അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പള്ളിയാളി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വരുന്ന വാർത്തകൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാൻ. സിദ്ധാർത്ഥ എന്ന് പറയുന്ന 20-21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, 2ാം വർഷ വിദ്യാർത്ഥിയായി വെറ്റിനറി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഭാവിയുടെ വാഗ്ദാനമായ, വളരെയേറെ പ്രതീക്ഷകളോടുകൂടി കോളേജിലേക്ക് വന്നിട്ടുള്ള തിരുവനന്തപുരംകാരനായ ഒരു ചെറുപ്പക്കാരൻ വളരെ നിഷ്ഠൂരമായി തൻ്റെ സഹപാഠികളുടെ മർദ്ദനം കാരണമായി മരണപ്പെടുകയാണ്. പോലീസ് അന്വേഷണം നടക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് അത് ആത്മഹത്യയാണോ അതല്ല കെട്ടിത്തൂക്കിയതാണോ, കൊന്ന് കെട്ടിത്തൂക്കിയതാണോ, അങ്ങനെയുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു കുടുംബത്തിന് അവരുടെ അത്താണിയാകേണ്ട, വളരെ പ്രതീക്ഷയുള്ള, കഴിവുള്ള, ബ്രില്യൻ്റായ ഒരു മകനെ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരന്തരം ഞങ്ങളെപ്പോലെയുള്ള ഉസ്താദുമാർ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണതകളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, അരാജകത്വങ്ങളെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ വളരെയേറെ വിമർശനങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. നിങ്ങളെന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? ക്യാമ്പസുകളിലേക്കൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുകയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, ക്യാമ്പസുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഭൗതിക ക്യാമ്പസുകൾ, നമുക്കറിയാം, ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് പലതും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ആ ചെറുപ്പക്കാരൻ പഠിച്ചിരുന്ന കോളേജ് അടക്കം ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു വിളനിലമാണ്. വലിയൊരു പാർട്ടി, SFIയെ പോലെയുള്ള ഒരു സ്റ്റുഡൻസ് യൂണിയൻ പാർട്ടിയാണ് ആ കോളേജ് അടക്കി ഭരിക്കുന്നത്. കുറേ കാലങ്ങളായി അവരുടെ ഭരണമാണ്. പിടിക്കപ്പെട്ട പ്രതികളിൽ അധികവും അതിൻ്റെ പ്രവർത്തകരുമാണ് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. ഏതായാലും അതിനൊക്കെ അപ്പുറം നമ്മൾ കാണേണ്ടത് മനുഷ്യനെക്കുറിച്ചുള്ളൊരു വിചാരപ്പെടലാണ്. അല്ലെങ്കിൽ തൻ്റെ സ്വന്തം സഹോദരനെ പോലെ കാണേണ്ട സഹപാഠിയെ എന്തിൻ്റെ പേരിലായാലും മർദ്ദിക്കുക, അവൻ അതിൻ്റെ പേരിൽ മരണപ്പെടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രക്ഷിതാക്കളെയൊക്കെ ഒരു നിമിഷം ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വളരെ പ്രതീക്ഷകളോടുകൂടി പണം മുടക്കി, സമയം മുടക്കി, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി മക്കളെ പഠിപ്പിക്കാൻ വളരെ പ്രതീക്ഷയോടുകൂടി ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾക്ക് ആശങ്കയുടെ, ഭയാനകതയുടെ വാർത്തകളാണ് കേൾക്കേണ്ടി വരുന്നത്. ഇനിയും ആ സംഭവത്തെക്കുറിച്ച് ധാരണയില്ലാത്തവരുണ്ടാകില്ല. എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു സംക്ഷിപ്തം ഞാൻ പറയാം. പല വാർത്തകളുമാണ് നമ്മുടെ മീഡിയകളിലൂടെ പുറത്തു വരുന്നത്. നമുക്കതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ പല നിഗമനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് നിരവധി കഥകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങളും വളരെയേറെ നമ്മൾ കാണുന്നുണ്ട്. ഒരു സംഭവത്തിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ കൂടി ഒന്ന് സംക്ഷിപ്തമാക്കി നമ്മൾ പറഞ്ഞാൽ, ഇന്നലെ അടക്കം പ്രതികളിൽ നിന്ന് വന്ന ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ മനസ്സിലായ സംഗതികൾ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് സംഭവത്തിൻ്റെ ചുരുക്കരൂപം ഇങ്ങനെയാണ്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേയുടെ അന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആരംഭിക്കുന്നത്. ആഘോഷങ്ങളാണ് ക്യാമ്പസുകളിൽ. വാലന്റൈൻസ് ഡേയുടെ അന്ന് ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തതുമായി ബന്ധപ്പെട്ട്, അതല്ല ഒരു സീനിയർ പെൺകുട്ടിയുടെ കൂടെ ഡാൻസ് കളിച്ചതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായ ചില കശപിശകൾ, റാഗിങ് അല്ല എന്ന ഇടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. കാരണം അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ആ കുട്ടി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. നമുക്കറിയാം, ക്യാമ്പസുകളിൽ റാഗിങ് സംഭവിക്കുന്നത് എപ്പോഴും പുതിയ വർഷത്തേക്കും 1ാം വർഷ വിദ്യാർത്ഥികളായി പഠിക്കാൻ വരുന്ന കുട്ടികൾക്കാണ് റാഗിങ് നേരിടേണ്ടി വരുന്നത് പലപ്പോഴും. പക്ഷേ ഈ കുട്ടിയെന്ന് പറയുന്നത് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് റാഗിങ് അല്ല എന്നിടത്തേക്കാണ് ഇപ്പോൾ പോലീസും മറ്റു വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അന്ന് തുടങ്ങിയ കശപിശ, അന്ന് തുടങ്ങിയ സീനിയേഴ്സുമായിട്ടുള്ള പ്രശ്നം, തൻ്റെ സഹപാഠികളുമായിട്ടുള്ള എന്തോ ഒരു വിഷയം, ആ വിഷയത്തിൻ്റെ ബാക്കി പത്രമായി വാലന്റൈൻസ് ഡേയുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ, പല വിദ്യാർത്ഥികളും വീട്ടിലേക്കൊക്കെ പോയ സമയത്ത് സിദ്ധാർത്ഥും പതിവ് പോലെ തൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. തൻ്റെ വീട്ടിലേക്ക് പോയി കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി
ഏകദേശം എറണാകുളം എത്തി. അവിടുന്ന് വേറെ ട്രെയിനിൽ കയറിയിട്ടാണ് സിദ്ധാർത്ഥ് പോകാറുള്ളത്. എറണാകുളം എത്തുമ്പോഴേക്ക് ആ കുട്ടി തിരിച്ചു വന്നു. തൻ്റെ മാതാവിന് അയച്ച സന്ദേശത്തിൽ നിന്നൊക്കെ പറയുന്നത് എന്തോ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ആരുടെയോ അസൈൻമെൻറ്റോ മറ്റോ തൻ്റെ കസ്റ്റഡിയിലുണ്ട്, അത് ഉടനെ തിരിച്ചു കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ച് ആരോ അങ്ങോട്ട് തന്നെ വിളിച്ചു എന്നാണ് പറയുന്നത്. അതല്ല, വാലൻറ്റൈൻസ് ഡേയുടെ അന്നുണ്ടായ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, അത് കോംപ്രമൈസ് ആക്കുന്നതിന് വേണ്ടി നീ വേഗം തിരിച്ചു വരണമെന്ന് പറഞ്ഞ് കൂട്ടുകാർ തിരിച്ച് കോളേജിലേക്ക് തന്നെ വിളിച്ചതാണ് എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും ആ സിദ്ധാർത്ഥ് തൻ്റെ കോളേജിലേക്ക് തിരിച്ചുപോയി. സഹപാഠികളിൽ നിന്ന് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഹോസ്റ്റൽ റൂമൊക്കെ മാധ്യമപ്രവർത്തകർ വിസിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലുണ്ട്. യൂട്യൂബ് തുറന്നു നോക്കിയാൽ കാണും. ഹോസ്റ്റൽ റൂമുകളുടെ ചുമരുകളിൽ ചെഗുവേരയുടെ ഫോട്ടോ, മദ്യക്കുപ്പിയുടെ ഫോട്ടോ, അധോലോകം എന്നെഴുതിയ ബോർഡ്, അങ്ങനെ ഒരു ക്യാമ്പസ് ഏതൊക്കെ വിധത്തിൽ അലങ്കോലമാക്കാമോ ആ വിധത്തിൽ അലങ്കോലമായി കിടക്കുന്ന ഒരു കൊള്ളസങ്കേതം പോലെ എന്ന് തന്നെ പറയാം. വളരെ ആഭാസകരമായ ചിത്രങ്ങളും മറ്റുമൊക്കെ നിറക്കപ്പെട്ട ഒരു ചുറ്റുപാട് കണ്ടാൽ ഒരു പാർട്ടി ഓഫീസാണ് എന്ന് പോലും തോന്നുന്ന രീതിയിൽ ചുവപ്പിച്ച് കളഞ്ഞ ഒരു ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറി. ആ ഹോസ്റ്റൽ മുറിയിൽ വെച്ചുകൊണ്ട് മർദ്ദിച്ചു. ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ച് മർദ്ദിച്ചു. അതിനെ സാക്ഷികളായി കുറേ സഹപാഠികൾ, 130ഓളം ആളുകൾ അതിനെ സാക്ഷികളായി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും അവരുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കുന്നു, മറ്റു 2 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ചില സഹപാഠികൾ വന്ന് പറഞ്ഞു മർദ്ദിച്ചിട്ടേ ഉള്ളൂ, 2-3 തവണയായിട്ടൊന്നും മർദ്ദിച്ചിട്ടില്ല, വെള്ളം കൊടുക്കാതിരുന്നിട്ടില്ല, ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല എന്നൊക്കെ. പക്ഷേ ആദ്യം വന്ന റിപ്പോർട്ട് അനുസരിച്ച് 10, 20, 18, 20ഓളം മുറിപ്പാടുകൾ, അതിൽ ബെൽറ്റ് ഉപയോഗിച്ചടിച്ചത്, വയറുപയോഗിച്ചടിച്ചത്, അതിൻ്റെയൊക്കെ മുറിപ്പാടുകൾ 3-4 ദിവസത്തെ പഴക്കമുള്ള മുറിപ്പാടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നു എന്നാണ്. അത്രയും മാരകമായ അടിയും മർദ്ദനവും ഒക്കെ ഏറ്റുവാങ്ങി വിശപ്പ് സഹിച്ചുകൊണ്ട് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ആ വിദ്യാർത്ഥി മനംനൊന്ത് തൂങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട്. അതല്ല, മരിച്ചപ്പോൾ സഹപാഠികൾ ചെന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിയിൽ നിന്ന് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മൃതദേഹം ലഭിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ മക്കളെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്? പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ആത്മീയമായി വിദ്യാഭ്യാസമുള്ള, ഭൗതികവും മതവും ഒന്നിച്ചു ചേരുന്ന, അതൊക്കെ പോട്ടെ, ധാർമ്മികമായി കുറച്ചൊക്കെ മെച്ചപ്പെട്ട നല്ല അച്ചടക്കമുള്ള ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലരും വിദേശ രാജ്യങ്ങളിലേക്ക് കൂടുമാറുന്നതിൻ്റെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നതിൻ്റെ സ്വന്തം ജില്ലയിൽ, സംസ്ഥാനത്ത് വളരെയധികം ക്യാമ്പസുകളുണ്ടെങ്കിലും മറ്റ് അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ ചേക്കേറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇത് തന്നെയാണ്. റാഗിങ് പോലെയുള്ള വളരെ മൃഗീയമായ ചിന്തകളും വിനോദങ്ങളും ആഭാസങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളാണെന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിച്ച് കണ്ട് ജീവനും സ്വത്തിനും അവരുടെ ആരോഗ്യത്തിനും സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പുള്ള അത്രയും വിശ്വാസയോഗ്യമായ ക്യാമ്പസുകളിലേക്ക്, സർവകലാശാലകളിലേക്ക്, അതല്ലെങ്കിൽ മതവും ധാർമ്മിക മൂല്യങ്ങളുമൊക്കെ പഠിപ്പിക്കുന്ന, സുഹൃത്തിനോട് നല്ല നിലയിൽ പെരുമാറാൻ പഠിപ്പിക്കുന്ന, സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടാക്കാൻ ശീലിപ്പിക്കുന്ന ആധുനിക വിദ്യാഭ്യാസ ധാരകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൃത്യമായ വിചാരണ നേരിട്ടുകൊണ്ട് കുറ്റവാളികൾ മുഴുവനും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരണം. കാരണം 130ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് നോക്കി നിന്നു എന്ന് പറയുന്നിടത്ത് നമ്മുടെ യുവത്വത്തിന് സംഭവിച്ച അപജയത്തിൻ്റെ ആഴം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കണം, വളരെയധികം ആലോചിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പിന്നീടും വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.